ഗൈസ് അസ്സലാമു അലൈക്കും. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാനൊരു സീ ഫുഡ് ലവറാണെന്നുള്ളത്. കുറച്ച് നാളായി ഞാൻ ആഗ്രഹിക്കുന്നത് വെറൈറ്റി സീ ഫുഡ് ഐറ്റംസ് ആയി കഴിക്കണമെന്ന്. അതിന് മർഹബ റെസ്റ്റോറൻറ്റ് പുതിയത് അബഹയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണാം. വായോ. എന്തായാലും നമ്മളിപ്പോൾ മർഹബയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് ബാക്കി വരാം. മർഹബ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഫ്രഷ് ഫിഷ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. ഞാൻ പറഞ്ഞ പോലെ ഫ്രഷ് ഫിഷ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്കിത് ഇവിടുത്തെ പുസ്തകക്കാലത്ത് വെച്ചേക്കാം. നിങ്ങൾ വായോ. നിങ്ങൾ കയറി വന്നു കഴിയുമ്പോഴേ മർഹബ റെസ്റ്റോറൻറ്റിൽ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ മുത്തൂക്ക ഉണ്ടാവും. ഇവിടെ ഫിഷ് ഡിസ്പ്ലേ ചെയ്ത സ്ഥലത്ത് നിങ്ങൾ മുത്തൂക്കനെ അന്വേഷിച്ചാൽ മതി. എല്ലാ ഡീറ്റെയിലും പുള്ളി പറഞ്ഞു തരും. മുത്തൂക്ക, മർഹബ റെസ്റ്റോറൻറ്റിന്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫിഷ് എടുത്തിട്ട് അത് ചൂസ് ചെയ്താൽ അതെന്ത് ചെയ്യും, നമ്മളൊരു ബിഗ് ഓവൻ ആക്കിയിട്ട് നമ്മളെ സ്പെഷ്യൽ ആണ്, അതാണ് നമ്മളെ സ്പെഷ്യൽ. അപ്പൊ അതിനകത്ത് വരുന്ന മസാല ഐറ്റംസ് എല്ലാം വരുന്നത് സീക്രട്ട് മസാല ആണ്. അത് മർഹബന്റെ സീക്രട്ട് മസാല. അതിപ്പോ ഇന്ത്യൻസിനും സൗദി അത് അറബിക്കിൽ ചെയ്യുന്നുണ്ട്, നോർത്ത് ഇന്ത്യനിൽ ചെയ്യുന്നുണ്ട്, ചൈനീസ് കോണ്ടിനെന്റിൽ എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് കേരളക്കാർക്കൊക്കെ സ്പൈസി നോൺ സ്പൈസി എല്ലാം വരുന്നു. അതുകൊണ്ട് കേട്ടാ, അതുകൊണ്ടിട്ട് അതും നോട്ടീസ് ചെയ്തേക്ക്. പിന്നെ ഉണ്ടല്ലോ ഇതില് ഞാനൊരു കൊച്ചിക്കാരിയാ, പക്ഷെ ഇത്ര വലിയ മീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് ഈ മീനിന്റെ പേരുകളൊക്കെ എന്താ വെറൈറ്റി ആയിട്ടുള്ളത്? ഏതാ ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട്? കുഷർ എന്ന് പറയും. ഓക്കെ, ഇത് നമ്മളെ നാട്ടിലെ ചമ്പല്ലിയാണ്. അതിന് വേറെ എന്റെ പേര് ഷാഫൻ. പിന്നെ നമ്മളെ സ്പെഷ്യൽ റെഡ് സീയുടെ സ്പെഷ്യൽ ഫിഷ് ആണ് ഇത്, ഷെരീഫി. ഇതില് ഇപ്പൊ മുന്നേ പറഞ്ഞില്ലേ ഓവനിൽ വെച്ചിട്ട് നിങ്ങൾ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് ഇതാക്കണത്, അതില് ഏറ്റവും നന്നായിട്ട് മാച്ചായി പോകുന്ന രണ്ട് ഫിഷ് ആണ്. ഒന്ന് ഇത് രണ്ടാമത്തേത് റെഡ് സീഡയിലെ കൂടുതൽ ഇതുള്ള നാജില്. ഇതൊക്കെയാണ് കൂടുതലും. പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഒരു 3/4 മണിക്കൂറായി വന്നിട്ട്. സൗദി കസ്റ്റമറാണ് ഇവിടെ ജാസ്തി വരുന്നത്. അവർക്ക് ഫേവറേറ്റ് ആയിട്ട് എന്താ ഗ്രിൽ ഫിഷ് ഗ്രില്ല്, ബാർബിക്യോ, പിന്നെ ഫ്രൈഡ് ഫിഷ്, പിന്നെ ഡൈനാമിക് ശ്രിമ്പ്. പിന്നെ നോർത്ത് ഇന്ത്യൻസിനും നമ്മുടെ അല്ലാതെ സ്പൈസി നോൺ സ്പൈസി അവർക്കായിട്ടുള്ളതും ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഏത് ഫിഷ് ആണോ ചൂസ് ചെയ്യുന്നത് ആ ഫിഷ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കും. ഏത് ഫിഷ് എടുത്താൽ. പിന്നെ നിങ്ങൾ അതല്ലാതെ തന്നെ പറയുകയും ചെയ്യും, എന്താണ് ഈ ഫിഷിന് ഇന്ന സ്പൈസി മസാല ചേർന്ന് കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. അതെ, ഓരോ ഫിഷിനും ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. കാരണം അത് മാത്രമല്ല, നമ്മുടെ ഈ സൗദീസിന് അധികം മസാല ഇഷ്ടമല്ലാത്ത കാരണം ചില ഫിഷിന് ചില മസാലകൾ അധികം ചേർത്ത് കഴിഞ്ഞാൽ ചേരില്ല. അപ്പൊ അതുകൊണ്ട് മാച്ച് ആവില്ല. ചില കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ നമ്മോട് പറയൂലേ അത് ശരിയായില്ല. ചിലപ്പോ അത് അവരുടെ മീൻ എടുത്തേക്കണ മിസ്റ്റേക്ക് കൊണ്ടിട്ടായിരിക്കും വന്നേക്കണത്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മുത്തൂക്കാർക്ക് തന്നെ ചോദിക്കണം. നല്ലത് അതല്ലേ നല്ലത് അല്ലേ? ഞാനപ്പോൾ 2 ഫിഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാരറ്റ് ഫിഷും രണ്ടാമത് നാജി ഫിഷും. നമുക്ക് ഇത് ഇവിടെ ഉണ്ടെന്ന് ഇതിൻ്റെ വെയിറ്റ് നമ്മളല്ലാത്ത ചെയ്യണത്. ഇവിടെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് അതിൻ്റെ 2 കിലോ വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ട് മുത്തൂക്കൊന്ന് വന്നൊന്ന് ഹെൽപ്പ് ചെയ്ത് ഇതിൻ്റെ വെയിറ്റ് നോക്കിക്കേ. അത് തന്നെ സെയിം തന്നെ നാജി ഫിഷും. അത് ഏകദേശം 2.5 കിലോ ഉണ്ട്. അതിന് ഇതിനകത്തേക്ക് തന്നെ നമ്മളിത് അതിൻ്റെ ഓരോ കിലോ കണക്കൊക്കെ ചെയ്ത് എടുത്തു. ഇതിപ്പോൾ 2 ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഒന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ബിഗ് ഓവനിലേക്ക് പോകാനും പിന്നെ ഒന്ന് ഫ്രൈ ചെയ്യാനും. ഇത് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് നമുക്ക് ബില്ലിംഗ് സെക്ഷനിലേക്കാണ്.
ഇവിടെ വന്നാൽ നമുക്ക് ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് നമുക്ക്. ബില്ല് ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ടെന്നാണ് ഇക്ക പറയണത്. അതെ, അതിൽ നമുക്കൊരു ബാർബിക്യൂ വരുന്നുണ്ട്, ജസ്റ്റ് ഫ്രൈ വരുന്നുണ്ട്, ഒരു താവ ടൈപ്പ് വരുന്നുണ്ട്. താവയിൽ നമ്മൾ ജസ്റ്റ് സാലനൊക്കെ ആയിട്ട് നമ്മളെ ക്യാപ്സിക്കം, ടൊമാറ്റോ, ഒനിയൻ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പാണ്. ജസ്റ്റ് നമ്മള് പിന്നെ എണ്ണയിലുള്ള ഫ്രൈ ആണ്. ഇത് ബാർബിക്യൂ ടൈപ്പാണ്. ഇതാണ് നിങ്ങളുടെ ബിഗ് ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ് ഞങ്ങളുടെ ഫോറൻ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഫിഷ് ഫോറം എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് ഇവരുടെ മർഹബ റെസ്റ്റോറന്റ് സ്പെഷ്യൽ ഐറ്റം. ഇത് മർഹബന്റെ മാത്രം സ്പെഷ്യൽ ആണ്. അതെ അല്ലേ. അപ്പൊ ബില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കട്ടിംഗ് സെക്ഷനിലേക്ക് പോവാം. നമ്മൾ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നേരെ കട്ടിംഗ് സെക്ഷനിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് ക്ലീൻ ആക്കിയതിനു ശേഷം ഞങ്ങളെ 3 ടൈപ്പ് സെക്ഷൻ ഉണ്ട്. അതായത് ഒന്ന് നമ്മുടെ താവായിട്ട് വരുന്നത്, ബാർബിക്യൂ ആയിട്ട് വരുന്നത്, അവിടേക്ക് ഇത് ഓരോ ടൈപ്പ് ആയിട്ട് പോകും. അതിനുശേഷം ഡൈനിങ് ഏരിയയിലേക്ക് വരും. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്ത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് എത്തും. പിന്നെ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് മർഹബ റെസ്റ്റോറൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അത് ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞായിരുന്നു, റൈറ്റ് സൈഡിലായിട്ട് ഫിഷ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രഷ് ജ്യൂസ് ഐറ്റംസ്, ഇവിടെ കൗണ്ടറുകൾ ഓരോന്നുണ്ട്. അവിടെ പറഞ്ഞാണ് കിച്ചൺ. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോണത്. ഫസ്റ്റ് ഫ്ലോറിൽ ഫാമിലിക്ക് വേണ്ടിയുള്ള അതിവിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട്, അത് കാണണ്ടേ? വാ. സെക്കൻഡ് ഫ്ലോറിലായിട്ട് ബാച്ചിലേഴ്സിന് സെപ്പറേറ്റ് റൂംസും ഉണ്ട്. എല്ലാം കാണിച്ചറാട്ടോ, വാ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. അതെ, മർഹബ റെസ്റ്റോറൻറ്റ് ഒരു പാർട്ട്ണറാണ്, ഹഫ്സത്ത. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയേക്കണേണ്ട ഞങ്ങൾ. ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്താം. ചെറുതല്ല, ഒരു വിക്ക പാർട്ടീസ് നടത്താൻ പറ്റിയ സ്ഥലം തന്നെ ഉണ്ട്. നല്ല സ്പേസ് തന്നെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഓരോ സെപ്പറേഷനും ഉണ്ട്. നോക്കിക്കേ, പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം, ഇവിടെ പാർട്ടി നടത്തുകൊണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അടിപൊളി, അതിവിശാലമായ ഷോറൂം. പിന്നെ ഈ കാണാൻ മാത്രമല്ല കേട്ടാ, അവിടെയൊക്കെ പോയി കഴിയുമ്പോഴേക്കും സെപ്പറേറ്റ് ഫാമിലീസിനൊക്കെ ഇരിക്കാനുള്ള ഓരോ പ്രൈവറ്റ് റൂംസും ഉണ്ട്. ഇനി ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടാ. സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഏതൊക്കെ വേണമെന്നുള്ള മെനൂസ് ഉണ്ട്. പിന്നെ ഏത് ലാംഗ്വേജിലാണെങ്കിലും, മലയാളീസ് ആയിക്കോട്ടെ, സൗദീസ് ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾക്ക് ഹിന്ദിയിലാവും, കന്നഡ, തമിഴ്, തെലുഗു, ഏത് ലാംഗ്വേജിലാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ഇവിടെ സ്റ്റാഫ്സ് അവൈലബിൾ ആണ്. അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ഇപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാച്ചിലർ സെക്ഷനിലേക്ക് പോവാം. ബായ്ത്താ, നമുക്ക് ബാച്ചിലർ സെക്ഷനിലേക്ക് പോവാം. ആംബിയൻസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടാ. അങ്ങോട്ട് നോക്കിക്കേ, ബാൽക്കണി സെക്ഷനൊക്കെ അബഹയുടെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാം. അടിപൊളി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഫ്ലോർ ആട്ടോ. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ അവിടെ ബാൽക്കണി സെക്ഷൻ ഉണ്ട്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കസ്റ്റമേഴ്സിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അതുകൊണ്ട് അധികം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. ഇവിടെ ഒരു കോഫി കൗണ്ടർ ഉണ്ട്. കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഫാമിലി സെക്ഷനിലേക്ക് തന്നെ പോവാം. ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടാ. വേറൊരു സൂത്രം കാണിച്ചു തരാവേ. ഇങ്ങനെ നോക്ക്, അടിപൊളിയല്ലേ? വെള്ളം എനിക്കിഷ്ടം കേട്ടാ. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമാവും. ഇവിടെ ഒരു സ്ഥിരം കസ്റ്റമറൊക്കെ ഇട്ടിട്ടുണ്ട്. മർഹബ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുന്ന അറബിയാണ്. പുള്ളിയോട് ചോദിച്ചേക്കാം. അക്കു അസ്സലാമു അലൈക്കും, കൈഫ ഹാലക്? الحمد لله. كويس. كيف حالكم؟ كم مرة؟ والله مطعم مرحبا هذا اصلا كان في الدرب، كنت انا من زباينه كثير. اول هذا ضرب؟ ايه درب. اوكي. اول اجي دايم الدرب. اوكي. وعنده الاكلات البحريه طازجه من متنوع في الاصناف الاخرى. اوكي. ومن افضل المطاعم اللي دائما ازورها. ايام فتح في ابها اوكي ففرحت صراحه. هذه رابع مره انا اجي هنا. كويس. يعني من يوم فتح وانا رابع مره مع الاهل، العائله، ماي فاميلي اند كله يجي سوا. ماي فريند. اوكي. هذا اكل كله؟ اكله ما شاء الله، ما شاء الله، شغله ممتاز نظيف. يعني احسن المطاعم سي فود في جنوبيه، في
في ابها الخميس. കമീസ് മാഷ് ശുക്രൻ. اوكي ويلكم ثانك يو. يلا അറബികൾക്ക് സ്ഥിരം വന്ന് അവർക്ക് നല്ല അഭിപ്രായം വന്നേക്കണം. ഇനി നമുക്ക് കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും വന്നിട്ടുണ്ട്. ഓരോന്നും പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത പാരറ്റ് ഫിഷ്. ഇത് മർഹബ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽ മസാലയിൽ കുക്ക് ചെയ്ത് എൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് നാജി ഫിഷ്. ഈ ഫിഷും ഫ്രൈ ചെയ്ത് മുന്നിലെത്തിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ പ്രോൺസ്, പിന്നെ ഇത് പ്രോൺസ് ബിരിയാണി, പിന്നെ മർഹബ റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ പ്രോൺസ് ഗ്രില്ലുണ്ട്, പ്രോൺസ് ബിരിയാണി ഉണ്ട്. പിന്നെ മന്ദൂക്ക ഇതെന്തത് ഫിഷ് ഗ്രില്ല് ചെയ്തതുകൊണ്ട്. ഇതൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്യണ്ടേ? ബാ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ബാ ആരംഭിക്കില്ല. വാ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവരുടെ സ്പെഷ്യൽ ഐറ്റം കഴിച്ചു നോക്കാം. സീ ഫുഡ് കാണുമ്പോൾ വായിന്ന് വെള്ളം ഒഴിക്കുക. സത്യം പറയാമല്ലോ, വിശന്നിപ്പണ്ടോറിങ്ങിയിരിക്കുക. മസാലയിലൊക്കെ മുക്കി കഴിച്ചോ. ഓ പോയി. അടിപൊളി മസാല കേട്ടോ. മാഷാ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മസാലയാണ്, അടിപൊളി. ഈ ഒരു ബൈറ്റ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ ക്ഷമയൊക്കെ പോയി. ഇവരെ പോലെ തന്നെ ഞാനും വിശന്നിരിക്കുകയാണ്. ഇനി ഞാൻ ഇതെല്ലാം അറ്റാക്ക് ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഐറ്റം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൊതിയാണ് സത്യം പറയാമല്ലോ. സ്പൈസസ് ഒന്നും അധികമില്ല. നമുക്ക് ആ ഫിഷിൻ്റെ ഫ്ലേവർ തന്നെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഫോക്ക് സ്പൂണൊക്കെ മാറ്റി വെച്ച് കൈവച്ച അറ്റാക്ക്. പിന്നെ ഫിഷിൻ്റെ തലഭാഗം കഴിക്കാനുള്ള ഏറ്റവും നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവരുടെ സ്പെഷ്യൽ മസാലയുടെ. അബഹ കമ്മീസിലുള്ള ഫിഷ് ലവേഴ്സ് ആരും മിസ് ചെയ്ത് മർഹബ ഹോട്ടലിൽ വന്ന് ഇതെന്തായാലും കഴിച്ചേ പറ്റും. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതുപോലെ തന്നെ മർഹബ ഫാമിലീസിനെ പരിചയപ്പെട്ട് മാഷാ അല്ലാഹ്. പിന്നെ എസ്പെഷ്യലി എല്ലാ കാര്യത്തിലും ചുക്കാൻ പിടിച്ചത് നമ്മുടെ മുത്തുക്ക. ഉപ്പില്ലാത്ത കഷായം ഇല്ല പറഞ്ഞ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? അസ്സലാമു അലൈക്കും. ഫുഡ് കഴിച്ച് ടയേർഡായെന്ന് പറയാം, അതുകൊണ്ട് നടക്കാൻ വയ്യാതെ ലിഫ്റ്റ് വരെ വന്നിട്ടുണ്ട്. അപ്പം ലിഫ്റ്റൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഫുള്ള് ടയേർഡാണ്. അസ്സലാമു അലൈക്കും, ബൈ ബൈ. ഒരു കാര്യം പറയാൻ മറന്നു, അബഹയിൽ മാത്രമല്ല മർഹബ റെസ്റ്റോറൻ്റ് ഉള്ളത്. ദറബിലുണ്ട്, ഷക്കീഖിലുണ്ട്, ബിഷയിലുണ്ട്, ജിദ്ദയിലും ഉണ്ട്. മർഹബ റെസ്റ്റോറന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കമ്മീസിൽ നിന്ന് അബഹയിലേക്ക് പോണ വഴി മസ്ജിദ് ജുഹാന്റെയും അൽ റാജി ബാഗിന്റെ സെന്ററിലായിട്ട് വരും നമ്മുടെ റെസ്റ്റോറന്റ്.